ഹലോ എവരിവൺ, ഞാൻ നിഷ, നിങ്ങളുടെ CSR ലൈഫ് സയൻസ് ഫാക്കൽറ്റി ആണ്. CC ഓണം നല്ലോണം പഠിച്ചോണം. അപ്പം നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു ടിപ്പാണ്, പക്ഷെ ആ ടിപ്പിന് ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒരു അൾട്ടിമേറ്റ് ടിപ്പ് എന്ന് പറയുന്നത് റിവിഷൻ ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഞാൻ തന്നെ പല തവണയായിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊതുവെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, ടു ബി സ്പെസിഫിക് നമ്മുടെ ലൈഫ് സയൻസ് CSR എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി വേണം. സോ അതിനു വേണ്ടി നമ്മൾ ഓരോ കൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിവൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിനെ ഒരു പെർട്ടിക്കുലർ ടേമിനുള്ള നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പോകണം, അല്ലെങ്കിൽ അതിനൊരു റൂൾ ഉണ്ട്. ഓക്കെ, ആ റൂൾ എന്ന് പറയുന്നത് 147 റൂൾ എന്നാണ് ആ റൂളിന്റെ പേര്. 147 റൂൾ. അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കിനെ നമുക്ക് എന്നത്തേക്കും ഓർത്തു വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു റിവിഷൻ ആണ് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റിവിഷൻ നമുക്ക് എങ്ങനെയാണ് ഈ 147 റൂളുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. നോക്കിക്കേ, നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദ വെരി ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്നു അല്ലെ. അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഇത് നമുക്ക് സ്റ്റോർ ആവുക നമ്മുടെ ഒരു ഷോർട്ട് ടേം മെമ്മറിയിലാണ്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മറന്നുപോയി എന്നുള്ളത് അല്ല. ഒരു ടോപ്പിക്ക് ഞാൻ മറന്നുപോയി എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ മറന്നു പോവുക എന്നുള്ളൊരു ഇതിലോട്ട് വെത്തുന്നത് നമ്മളത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ദ ഫസ്റ്റ് ഡേ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നു. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഷോർട്ട് ടേം മെമ്മറിയിലാണ് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്ക് സ്റ്റോർ ആവുന്നത്. ഇനി ഈ പഠിച്ച കാര്യത്തിന് നമുക്കൊരു ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞ റിവിഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ റിവിഷൻ നടത്തേണ്ടത്, ഏത് ഫ്രീക്വന്റ്ലി ആണ് നമ്മൾ ഈ പറഞ്ഞ റിവിഷൻ നടത്തേണ്ടത് എന്ന് നോക്കാനായിട്ട് നോക്കിക്കേ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ 4th ഡേ, നിങ്ങൾ 1-ാം തീയതിയാണ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനി 4th ഡേ നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത 4th ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഠിച്ച ടോപ്പിക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും അത് എന്തിലോട്ട് മാറിയിട്ടില്ല, ലോങ് ടേം മെമ്മറി ആയിട്ട് മാറിയിട്ടില്ല. ബട്ട് ആ ലോങ് ടേം മെമ്മറിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻ ഒന്ന് എൻറ്റർ ചെയ്യുന്നു. അതാണ് ഈ പറഞ്ഞ 4th ഡേ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതേ കൺസെപ്റ്റിനെ നിങ്ങളൊരു ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് എഗെയിൻ ഈ പറഞ്ഞ ടോപ്പിക്കിനെ 7th ഡേ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എഗെയിൻ ഒന്ന് റിവൈസ് ചെയ്തു, എഗെയിൻ 7th ഡേ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ലോങ് ടേം മെമ്മറിയിൽ എൻറ്റർ ചെയ്ത നിങ്ങളുടെ ഈ ടോപ്പിക്ക് ഒരു ലോങ് ടേം മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോ ടോപ്പിക്കും റിവിഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും ഒന്ന് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ റിവിഷനെ എങ്ങനെ ഫ്രീക്വന്റ്ലി നടത്തണം എന്നുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ജസ്റ്റ് ഫോളോ 147 റൂൾ, വിച്ച് മീൻസ് ദ ഫസ്റ്റ് ഡേ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, 4th ഡേ ആ പഠിക്കുന്ന ഫസ്റ്റ് ഡേ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് അതൊരു ഷോർട്ട് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആൻഡ് 4th ഡേ നിങ്ങൾ പഠിച്ച ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യുക. ആൻഡ് യു ആർ എൻറ്ററിങ് ദിസ് ടോപ്പിക് ഇൻ ടു എ ലോങ് ടേം മെമ്മറി. ജസ്റ്റ് എൻറ്ററിങ് മാത്രമാണ് നടക്കുന്നത്. ആൻഡ് അഗൈൻ റിവൈസ് ദ സെയിം ടോപ്പിക് ഓൺ 7th ഡേ. അവിടെ എന്ത് സംഭവിക്കുന്നു, ഇതൊരു ലോങ് ടേം മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫോളോ ദിസ് 147 റൂൾ. അപ്പം ടോപ്പിക്ക് നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് സ്റ്റോർഡ് ആവും. പിന്നെ ഈ മറന്നു പോയി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ മാറി വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഫോളോ 147 റൂൾ. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിനായിട്ട് നമ്മുടെ CCയിൽ ഇപ്പം ഒരു ലോങ് ടേം ബാച്ച് റണ്ണിങ് ആണ്. ഇനി ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഓഫറോട് കൂടി നിങ്ങൾക്ക് ഇപ്രാവശ്യം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഓണം ഓഫറാണ് 20% ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ പലർക്കും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ കൊണ്ട് മടിച്ചു നിൽക്കുന്ന കുട്ടികളുണ്ടാവും. സോ അവർക്ക് വേണ്ടി നമ്മുടെ ഈ പറഞ്ഞ ഓണം ഓഫറായിട്ട് നമ്മൾ 20% ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ CCയുടെ ഭാഗമായിട്ട് മാറുക, കോച്ചിങ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, ഇപ്രാവശ്യത്തെ JRF എന്ന സ്വപ്നം എത്തിപ്പെടുക. താങ്ക് യു. CC ഓണം നല്ലോണം പഠിച്ചോണം.